എന്താണ് താങ്കളുടെ അഭിപ്രായം? താങ്കൾ ക്ഷീണിച്ചോ? ക്ഷീണിച്ചിട്ടില്ല. ആള് ക്ഷീണിക്കില്ല, കാരണം ആള് പട്ടാളത്തിലാണല്ലോ. ഞാൻ അങ്ങനെ അല്ലല്ലോ. അങ്ങനെ നമ്മുടെ സിംഹത്തിനെ കാണണം എന്നുള്ള ആഗ്രഹം അങ്ങോട്ട് സഫലമായി. പക്ഷെ ആള് ഡിപ്രഷനിലാണ്. വാലന്റൈൻസ് വീക്ക് ആയിട്ട് അടക്കം ഭാര്യയിൽ നിന്നും വേർപിരിച്ചിട്ടാണ് അതിനെ അവിടെ കിടത്തിയേക്കണത്. ഹലോ ഗൈസ്, ഇന്നത്തേത് ഒരു വ്ളോഗാണ്. പക്ഷെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ആക്ച്വലി ഞങ്ങൾ ഇന്ന് ജാർഖണ്ഡിലെ ഒരു സൂലോട്ടാണ് വന്നിട്ടുള്ളത്. അത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സൂ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിന് പുറകെ എല്ലാവർക്കും കാണിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇവിടെ കുറേ ദൂരം നടക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവർ ആക്ച്വലി വാക്കിങ്ങിലാണ്, മോർണിംഗ് വാക്കിംഗ് അല്ല, ഈവനിങ് വാക്കിങ്ങിലാണ് അവർ. കാണാട്ടോ, ഇതേ കണ്ടോ, രണ്ടെണ്ണങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന് തോന്നുന്നു. എന്തൊരു വലിപ്പാണല്ലേ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒട്ടകപ്പക്ഷിയെ കാണുന്നത്. സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് നല്ല വലിപ്പമുണ്ട്. വീഡിയോയിൽ ഇപ്പോൾ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് അറിയില്ല, ബട്ട് ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഇവർ കുറച്ച് അധികം നേരമായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കിടക്കുന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്നു. അതിനിടയ്ക്ക് എന്തൊക്കെയോ കരിയിലകൾ വാരി തിന്നുന്നു. നോക്കിയോക്ക്. ഇത് ആക്ച്വലി നമ്മുടെ മൂങ്ങയുടെ കൂടാണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് മൂങ്ങയെ കാണാനില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അത് കണ്ടുകിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് പകലായതുകൊണ്ട്. എവിടാ? ഓ ഓക്കെ ഓക്കെ, ഉണ്ട് കേട്ടോ, അതിന്റെ മുകളിലുണ്ട്. കാണാൻ പറ്റുമോ ദൂരത്തൊരു ഫോക്കസ് കുറച്ച് ദൂരത്താണ്. ആള് പകലായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് അല്ല, കണ്ണു കാണില്ലല്ലോ. പിന്നെ ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് വെള്ളമുങ്ങയല്ല, എന്താ ഓരോരോ പേരുകൾ. അതിന് ഇതിനകത്ത് എവിടെയും കാണാനില്ല, എവിടെയെങ്കിലും കുളിച്ചിരിക്കുന്നുണ്ടാവും. മിക്കവാറും ആ കൂട്ടിനകത്തായിരിക്കും, അതിനകത്തുള്ള കൂട്ടിനകത്ത്. ഇതേ നമ്മുടെ വേഴാമ്പല്. രണ്ടെണ്ണം ഇവര് എണകളാ തോന്നുന്നു. വേഴാമ്പലിന് ആക്ച്വലി ഒരു പ്രത്യേകത ഉണ്ട്. അവര് അതിന് ലൈഫിൽ ഒരൊറ്റ എണ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവര് പേഴ്സ് ആണ്, കപ്പിൾസ് ആണ്. കപ്പിൾസ് അല്ല, കപ്പിളാണ്. അതെ, ദാമ്പത്യ പ്രശ്നമുണ്ട്. വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അതാ അടുത്ത ഒട്ടകപ്പക്ഷിയാണ്. ഇത് കുറച്ചുകൂടെ, മറ്റേത് ബ്ലാക്ക് ആയിരുന്നു, ഇത് അത്ര ബ്ലാക്ക് അല്ല, കുറച്ചുകൂടെ ഒരു അതെ കുറച്ചുകൂടെ സംഭവം എല്ലാം ഒന്നാണ്. ഞാൻ കരുതി വേറെ സ്പീഷീസ് ആവുന്ന, ഏകദേശം വേറെ സ്പീഷീസ് ഒന്നല്ല, സെയിം സ്പീഷീസ് ആണ്. ബട്ട് ഇത് കുളിനനില്ലാത്തത്. കുളിനനില്ലാത്തതാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഓസ്ട്രിച്ച് എല്ലാം എക്സ്ട്രോവേർട്ടുകളാണ്. ആൾക്കാരെ കാണുമ്പോൾ അവർ വേഗം പുറത്തോട്ട് വരുന്നുണ്ട്, ഇൻട്രോവേർട്ട് അല്ല. ഇനി അടുത്തത് നമ്മുടെ ഗോൾഡൻ ഫീസന്റ് എന്നൊക്കെയാണ് ഇതിനെ വായിക്കാൻ തോന്നുന്നത്. പഞ്ചവർണ്ണ തത്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളിയായിട്ട് അതിന്റെ നെക്ക് പോർഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്നറിയില്ല, രണ്ടെണ്ണം ഉണ്ട്. പിന്നെ അതുപോലെ വേറൊരു മറ്റേ കിളികളുണ്ടായിരുന്നു, കാട്ടുകോഴി പോലെ ഉണ്ട്, കാണുന്നില്ല, കാട്ടുകോഴി പോലെ ഉണ്ട്. അതെ അതെ, മറ്റേ സാധനം അടിപൊളിയുണ്ട്. അതിന്റെ കഴുത്ത് നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് നമ്മുടെ സിൽവർ ഫേസന്റ് ആണ്. ഇത് അത്യാവശ്യം അടിപൊളിയുണ്ട്. ഇത് കുറച്ച് അടുത്തുനിന്ന് എടുക്കാൻ പറ്റും വീഡിയോ. ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും അതേ സെയിം സാധനം തന്നെയാണ്. രണ്ടിന് രണ്ട് കൂട്ടിലിട്ടേക്കുക. ശത്രുക്കളാണെന്ന് തോന്നുന്നു. അതിർത്തർക്കല്ലാതിരിക്കാൻ ആവാതിരിക്കാൻ വേണ്ടി വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി 4 വെറൈറ്റീസ് ഓഫ്, 4 അല്ല, ഇപ്പം നിലവിൽ 4-5 വെറൈറ്റീസ് ഓഫ് ഫീസന്റിനെ കണ്ടു. അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇത് വേറൊരു വെറൈറ്റി. മൊത്തത്തിൽ ഇപ്പം തന്നെ ഈ ഒരു റോല് 4 വെറൈറ്റി ഉണ്ട് കേട്ടോ. 4 കഴുകനാണ്. കഴുകൻ അല്ല, കഴുകനല്ല, പരുന്നല്ല ഇത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധനത്തിനെ പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ടല്ലേ. എല്ലാവരും കോൺസെൻട്രേഷനിലാവും അല്ലേ. പിന്നെ നമുക്ക് ഈ ദേശാടനം വഴിയൊക്കെ പിന്നെയും കുറെ കാണാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ നാട്ടിലിറങ്ങിയാൽ പേടിച്ച് മാറുക ചെയ്യുക. ഇതാകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് കാണാലോ. അപ്പോൾ ഇത് ഇവിടെ പുലിയുടെ ഒരു സ്ഥലമാണെന്നാണ് അറിയാനുള്ള ഒരു ഇത്. ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കൊതെന്ന് വെച്ചാൽ ഇത്രയുള്ളൂ ഇതിനകത്തുള്ള. ഓ, അത് അറ്റത്ത് കിടക്കുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇതിന്റെ അതായത് അവിടെ ദൂരത്തുണ്ട്, കാണിച്ചു തരാം. ഇത് ഈ ഫെൻസസ് ഭയങ്കര ചെറുതാണ്. ഇവിടെ കാണിച്ചു കൊടുക്കുക. ഈ ഫെൻസസ് ഭയങ്കര ചെറുതാ, പക്ഷെ പ്രൊട്ടക്ഷൻ ആയിട്ട് നടുവിൽ ഇങ്ങനെ വലിയൊരു വലിയൊരു കിടങ്ങ് താഴത്തുള്ളതുകൊണ്ട് നമുക്ക് വിചാരിക്കാം അത് ചാടി വരില്ലാന്ന്. കാരണം ഫെൻസ് ഇത്രയും ചെറുതാണ്. ആ പുലി എപ്പോഴും ആക്റ്റീവായിട്ടില്ല. ഇപ്പൊ നമ്മള് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പുലി അവിടെ കിടന്നുറങ്ങുന്നത് നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല. കാരണം നമുക്ക് പക്ഷെ അടുത്തുനിന്ന് കാണിച്ചു തരാം. നമുക്ക് അടുത്തുനിന്ന് വെള്ളപ്പുലിനെയും കാണാം, വെള്ള ടൈഗർ അതിനെയും കാണാം, പിന്നെ നമ്മുടെ നോർമൽ കാണുന്ന ടൈഗർ. ഓക്കെ, മറ്റേ ടൈഗർ കുറച്ച് ആക്റ്റീവാണ്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾ നല്ല കളി ടൈഗർ കേട്ടോ. ഇവിടെ ഓരോ സ്ഥലത്തും ഇതുപോലെ QR ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് QR കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ്, നമുക്ക് അയ്യോ ആൾ മിസ്സിംഗ് ആയി. അതെ വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമോ?
ഇങ്ങോട്ടേക്ക് വരില്ല. ഓക്കെ ഓക്കെ. ദേ നമ്മുടെ ബംഗാൾ ടൈഗർ. ഇതിന് അത്യാവശ്യം പ്രൊട്ടക്ഷനിലാണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടില്ല, അതിന്റെ ഫെൻസസ് ഭയങ്കര ചെറുതായിരുന്നു, പക്ഷെ ഇത് അങ്ങനെയല്ല. പിന്നെ നമ്മുടെ വെള്ള ടൈഗർ അത്യാവശ്യം നന്നായിട്ട് ഗർജിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ആക്ച്വലി എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്കിതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല കലിപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വെള്ള ടൈഗറിൻ്റെ അടുത്തോട്ടേക്ക് പോവാം. ഓക്കെ, വെള്ള ടൈഗറിൻ്റെ സംഭവങ്ങളൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിച്ചിട്ടുണ്ട്. ഹിന്ദിയിലായതുകൊണ്ട് പിന്നെ ഞാൻ വായിക്കുന്നില്ല. സഫേദ് ബാദ്. പക്ഷെ ഇത്ര നേരം നടന്നുകൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ അവിടെ പോയി ഇരിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ്. അപ്പൊ നമുക്ക് ആള് എണീക്കുന്നത് വരെ പറ്റുവാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. പക്ഷെ നടക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ ഫെൻസ് കണ്ടില്ലേ, ഇങ്ങനൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് നമ്മുടെ ഫെൻസ്, ഈ സംഭവം ഉണ്ടല്ലോ, ഈ സാധനം, അത് അപ്പുറത്ത് ഭയങ്കര ചെറുതാ. അതായത് നേരത്തെ അവിടെ നിന്ന് കാണിച്ചത്. ഇവിടെ ഉണ്ട് ഒരു പുലി, അത് എണീച്ചു, വെള്ളപ്പുലി എണീച്ചു. മോനെ അടിപൊളി. ഇത് കുറച്ചു നേരം ചൂടായതുകൊണ്ടാണ് തോന്നുന്നു വെള്ളത്തിൽ കിടക്കുകയാണ്. അത്യാവശ്യം ഗർജിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, അത് ഗർജിക്കുന്നുണ്ട്. നമ്മള് ലെപ്പാഡ് എന്നാണ് പറയുന്നത് എന്റെ വിശ്വാസം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, പുള്ളിപ്പുലി ഉണ്ടല്ലോ, അതിനകത്ത് അടുത്തോട്ടാ പോണേ. പുള്ളിപ്പുലി മാത്രമല്ല, കരിമ്പുലിയും കൂടെ ഉണ്ട് ഇവിടെ. നമുക്ക് കാണാം. എന്തായാലും അതിന് ഫൈറ്റ് കാരണം ഉണ്ടായിട്ടുള്ള മുറിവൊന്നും ആവില്ല, കാരണം ഇത് ഒറ്റയ്ക്കാണ്. എല്ലാത്തിനും ഒറ്റയ്ക്കായിട്ടുള്ളത്. ഇത് ഏജ്ഡ് ആയിട്ടുള്ളതായിരിക്കാനാണ് ചാൻസ്. പുല്ലും തിന്നും. സംഭവത്തിന് ഒട്ടും വയ്യാട്ടോ, കുറച്ചെങ്കിലും നല്ല ഏജ് ആയിരുന്നു നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടായിരിക്കാം അതിന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത്. നടത്തൊന്നും ഒട്ടും ഓക്കെയല്ല, കണ്ടില്ലേ, ഭയങ്കര ഞൊണ്ടിയാണ് നടക്കുന്നത്. പിന്നെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട്. പിന്നെ ഈ സൂവിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത്, ഒരുപാട് ചെടികളുണ്ട്, പോരത്തിന് വെറൈറ്റി ഓഫ് റോസസ് ആണ് കേട്ടോ. നോക്കിയൊക്കെ റോസിനൊക്കെ എന്തോ ഒരു വലിപ്പമാണെന്ന്. നല്ല വലിപ്പമുള്ള റോസുകളാണ്. നമ്മുടെ റോസുകൾ മാത്രമല്ല, അത് ഫ്രണ്ടിലും കുറേ ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടുള്ള കുറേ റോസുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ചെണ്ടുമല്ലി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ ഫ്ലവേഴ്സായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ട്. ചെടികളൊക്കെ അടിപൊളിയാണ്, കണ്ടോ, നല്ല. ഓക്കെ, ഈ രണ്ട് കൂടുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അതെ, അവിടെ വേറൊരു ലെപ്പേഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ പുള്ളിപ്പുലി ഉണ്ട്. അതെ, മൃഗയ മൂവിയിലെ പുള്ളിപ്പുലി ഇവിടെ ഉണ്ട്. സംഭവം ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആണെങ്കിലും ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ദേ അവിടെ വേറെ, അതിനൊട്ടും വയ്യാട്ടോ, അതിൻ്റെ കാലം വയ്യ. ഏജ്ഡ് ആയിട്ടാണോ അതോ ഇനി തമ്മിൽ തല്ലി കൈയും കാലും ഒടിച്ചതാണോ എന്ന് അറിയില്ല, അടിച്ച് പിരിഞ്ചതാണോ എന്ന് അറിയില്ല. അത്യാവശ്യം വലിപ്പമുണ്ട്. ലെപ്പേഡ് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. മറ്റേ ബ്ലാക്ക് കളർ കുറച്ച് വലിപ്പം കുറവായിരുന്നു, ബട്ട് ഇത് നല്ല വലിപ്പമുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അത് എണീക്കുന്നില്ല. എണീച്ചാലും നമുക്ക് അതിൻ്റെ ഒറിജിനൽ സൈസ് മനസ്സിലാവുള്ളൂ. അവിടെ വില്ലന്മാരകത്തുണ്ടേ. ഓക്കെ, കൂടിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവര് ഗപ്പിൾസ് ആയിരിക്കും. ഗപ്പിൾസ് അവിടെ കിടക്കണോ? അവർ ഗപ്പിൾസ് ആവാനാണ് ചാൻസ്. അവിടെ കിടക്കുന്നുണ്ട്, ആ മൂലയ്ക്ക് പോയി. പക്ഷെ എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല. ഒന്നാമത് ഇത്രയും പ്രൊട്ടക്ഷൻ ആയിട്ട് ബാരിയേഴ്സ് വെച്ചതുകൊണ്ട്. അതായത് കുഞ്ഞിത് കണ്ടോ. ഒന്നാമത് എന്താണെന്നറിയോ, ഇവരെ ആക്ച്വലി സൂ എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചക്കാർക്ക് അടിപൊളിയാണെങ്കിലും ഇവർക്ക് ഈ മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ, ഐ മീൻ മൃഗങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കുറച്ച് ഗതികേട് തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ അല്ലാത്തതുകൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ടൊന്ന് ഇര പിടിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റില്ലല്ലോ. അവരൊട്ടും ആക്റ്റീവ് അല്ല, അവരെങ്ങനെ ഫുഡ് കൊടുത്ത് നിർത്തില്ലല്ലേ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കതൊരു ഗതികേടാണ്. കണ്ടില്ല, ഇതും സെയിം ആയിട്ട് ഞൊണ്ടുന്നുണ്ട്. അവരുടെ ബോഡി വെയിറ്റ് നോർമൽ ടൈഗേഴ്സിനേക്കാളും കൂടുതലായിരിക്കും. പ്രഗ്നന്റ് ആണോ എന്നറിയില്ല. അടുത്തത് ബോർഡ് കാണുന്നത് പൂച്ചകളുടെയാണ്, പക്ഷെ എന്താണ് അതിനകത്ത് അറിയില്ല. കൂട്ടിലൊന്നും കാണാനില്ല. ഐ മീൻ ഈ കൂട്ടിലൊന്നും ഇല്ല തോന്നുന്നു, കാരണം ഈ സംഭവമൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. മേ ബി ഈ കൂട്ടിലൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ആൻഡ് അതെ, പൂച്ച കോമൺ ആണെങ്കിലും മേ ബി ഇതിനെന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവാം. നാടൻ പൂച്ചയല്ല, നോർമൽ പൂച്ചയല്ല ഇത്. അതെ.
അത് എല്ലാം ഒരേ ഫാമിലിയാണ്, ഫാലിഡേന്നോ എന്തോ ഉള്ള ഒരു ഫാമിലിയാണ് എല്ലാം. കണ്ടോ ആ same പക്ഷേ പൂച്ചയെ വരെ വേറെ ഒന്നുണ്ട്, ഈ പൂച്ചേനെ വരെ കൂട്ടിലിട്ടിട്ടാണ് സൂ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ നിന്ന് അതിനെ മാറ്റുമ്പോൾ അതിൻ്റേതായിട്ട് അവർക്ക് സ്ട്രെസ് ഉണ്ടാവും, നമുക്ക് കാണാൻ എൻജോയ്മെൻ്റ് ആണെങ്കിലും. ഇനി അടുത്തത് നമ്മുടെ ലെപ്പേർഡ് ക്യാറ്റാണ് കേട്ടോ. ഇതൊന്നും വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റില്ല. ക്യാറ്റിൻ്റെ സ്പീഷീസിനൊക്കെ വളർത്തുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം കാണുന്നൊരു സാധനമാണ്. അത് അത്യാവശ്യം നല്ല അടുത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ കൂട്ടിൽ. വാ നോക്കാം. അതിലൂടെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ എണീപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും എണീക്കില്ല ഞാൻ. പൂച്ചയല്ല അതായത് പുലിയുടെ വേറെ, അതാണ് ലെപ്പേർഡ് ക്യാറ്റ്. ആ സെയിം ഇല്ലേ? ഇതിനെ വളർത്തുന്നവരുണ്ട്. സംഭവം ആള് ക്യൂട്ടാട്ടാ എല്ലാ കൂട്ടിലും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് വെറൈറ്റി ക്യാറ്റുകളാണ്. അവിടെയും വേറെ വെറൈറ്റി, അതെ വെറൈറ്റി ക്യാറ്റാണ്. അതിന്റെ അവസാനം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരാൾ മുമ്പ് കയറി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേ കാണിച്ചു തരാം. ആള് നല്ല ഉറക്കത്തിലാണ്. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ആള് നല്ല ഉറക്കത്തിലാ. കണ്ടോ? കണ്ടില്ലേ? റിസ്ക് എടുത്ത് തുടങ്ങണം ആള്. പിന്നെ ഇത് കൂടെ വന്നാൽ അത്യാവശ്യം നല്ല ശുദ്ധമായി ശ്വസിക്കാം, ഒരുപാട് നല്ല മരങ്ങൾ ശുദ്ധമായി ശ്വസിക്കാം. ആ ഒരു ഗുണമുണ്ട്. ഇത് നമ്മുടെ സിംഹത്തിന്റെ മടയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും സെയിം ടൈഗറിന്റെ കണ്ട പോലെ ഫെൻസ് ചെറുതാണ്, പക്ഷെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ രീതിക്കാണ് കാണാൻ പറ്റുമോ നോക്കാം. അത് നോക്കാം. ഇപ്പൊ ഇവിടുന്ന് നോക്കിയിട്ട് സിംഹത്തിനെ കാണാനില്ല, ബട്ട് ലെറ്റ്സ് സീ, നമുക്ക് സിംഹം ഉണ്ടോ നോക്കാം. വലിയ കൂട് മാത്രമാണോ എന്ന് അറിയില്ല. സിംഹത്തിനെ കാണാനില്ല. സിംഹത്തിനെ കാണാനൊക്കെ പറഞ്ഞ് വന്നെങ്കിലും സിംഹത്തിന്റെ മടയിൽ കയറിയിട്ടും സിംഹത്തിനെ കണ്ടില്ല, ആളെ കാണാനില്ല. നമുക്ക് നമ്മുടെ കുറുക്കനെ കാണാം. കുറുക്കനെ കറക്കണ കിളിയല്ലേ? അല്ല, ഇത് കുറുക്കനല്ല കേട്ടാ, ഇത് കുറുനരിയാണെന്ന് തോന്നുന്നത്. അല്ല, ഇത് കുറുനരിയാ തോന്നുന്നു. വൈൽഡ് ഡോഗ്. ഓക്കെ, വൈൽഡ് ഡോഗ് ആണ് കേട്ടത്. കാട്ടുനായ, ചെന്നായാണ് നീ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. കേരളത്തിൽ എവിടെ പോയാലും നമ്മൾ കാണുന്നൊരു സംഭവമാണ് നമ്മുടെ ആന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പോകുന്നത് എനിക്ക് തോന്നുന്നു ആനയുടെ സെക്ഷനിലോട്ടാണ്. കാരണം ഇതിവിടെ നമ്മുടെ പുല്ലുകൊണ്ട് ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചറിയാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് റോസസ് ഉണ്ട്. റോസിൻ്റെ പാടെന്ന് പറയാം, അതേ കണക്ക്. പിന്നെ അതേ ആ കാണുന്നതാണ് നമ്മുടെ എലിഫൻറ്റ് ഗാർഡനിലോട്ട് നമ്മൾ എൻ്റർ ആവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു അച്ഛനാനേനെയും ഒരു കുട്ടിയാനേനെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സെറ്റപ്പായിട്ട് നല്ല ഭംഗിയിൽ. ഇത് ഫുള്ള് പുല്ലാണ് കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ചെണ്ടുമല്ലി, അതുപോലെ ചെണ്ടുമല്ലി കണ്ടില്ല എന്തോ ഒരു വലിപ്പം എന്ന് പറയാം. അത്യാവശ്യം നല്ല നമ്മുടെ ഒരു കൈ ഇത്രയൊക്കെ വലിപ്പം ഉണ്ടാവും ഒരു നമ്മുടെ ചെണ്ടുമല്ലി എന്ന് പറയുന്നത്. അത്രയും വലിപ്പമുള്ള ചെണ്ടുമല്ലികളാണ്. എല്ലാ ഫ്ലവേഴ്സും നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഫുഡ് യാർഡിലോട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ ചാർലിയുടെ ഒരു 1000 രൂപയെങ്കിലും പൊടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇവൻ എനിക്കൊന്നും വാങ്ങിത്തില്ല, കാരണം വീട്ടിൽ നിന്ന് വേറെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഓ, ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ, പക്ഷെ ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ബോട്ടിംഗ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്യാവശ്യം വലുപ്പമുള്ള ഫുഡ് യാർഡാണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഫുഡ് ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഇവൻ ഒരു ദുഷ്ടനാണ്, ഒരു ഐസ്ക്രീം പോലും വാങ്ങിത്തരത്തില്ല എനിക്ക്. ബോട്ടിംഗ് ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്, പക്ഷേ നിലവിൽ ഇപ്പോൾ ബോട്ടിംഗ് കാണാനില്ല. പിന്നെ കുറേ ഗപ്പിൾസിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടുകളൊക്കെ ഇവിടെ കുറേ ഉണ്ട്. അതെ, വല്ലാതെ ഓർക്കുന്നു പലതും. ചെറിയൊരു തടാകം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എടാ, ആക്ച്വലി അവിടെ സ്വാനൊക്കെ ഉണ്ട് കേട്ടോ. സ്വാനല്ല, എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പ്രതിമയല്ല, അത് ജീവനുള്ളത്. അനങ്ങുന്നുണ്ട് കുറേയൊക്കെ. അറ്റത്ത് നിൽക്കുന്ന കണ്ടോ, അനങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ നീന്തി തുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബോട്ടിങ് കൂടെ ഉണ്ട്. ബട്ട് ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി ഇന്ന്, നോ ഐഡിയ. നമ്മൾ വന്ന ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുടങ്ങണമല്ലോ. ഞങ്ങൾ കുറേ ഉള്ളിലോട്ട് നടന്നു. അപ്പോൾ ഞങ്ങൾ കരുതി കഴിഞ്ഞു, ഇനിയിപ്പോൾ എക്സിറ്റ് ആണെന്നാണ് കരുതിയത്. പക്ഷെ വീണ്ടും ഇവിടെ കൂടുകളൊക്കെ കാണുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഹൈന, ഓക്കെ, ഹൈന എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ആ സംഭവമാണ് കേട്ടോ. ഈ സാധനമാണ് ഇപ്പം അവിടെ ഉള്ളത്. കാണുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം കുറച്ച് ദൂരത്താണ്. ആള് ഉള്ളിനകത്തോട്ട്. ഓക്കെ, ഇത് പ്രതിമയെന്നാണ് ഞാൻ കരുതിയത് കേട്ടോ. ഹൈന നേരത്തെ നമ്മളെ വടിയാക്കിയൊരു സാധനമില്ലേ, അതായത് നമ്മൾ സിംഹത്തിന്റെ മടയിലോട്ട് കയറി ചെന്നിട്ട് ലാസ്റ്റ് സിംഹം ഇല്ലാതെ നമ്മളെ പറ്റിക്കപ്പെട്ടില്ലേ. പക്ഷേ ഇനി നമ്മൾ പോകുന്നിടത്ത് സിംഹം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ സെക്യൂരിറ്റി പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ലയൺ കം. ഇവിടെ നമ്മുടെ പെൺസിംഹമാണ് ഇവിടെ ഉള്ളത്. ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ ആൺസിംഹം നമ്മുടെ വേലിപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ പെൺസിംഹത്തിനെ ലൈൻ അടിക്കുന്നുണ്ട്, ട്യൂൺ ചെയ്യുന്നുണ്ട്. അതെ, കണ്ണും രണ്ടിനും കാണിച്ചു കൊടുക്ക്. കണ്ടില്ലേ, നമ്മുടെ ആൺ ലയൺ അവിടെ നിന്ന് ലൈൻ അടിക്കുന്നു, പെൺ ലൈൻ ഇവിടുന്ന് അതിനുള്ള ലൈൻ അടിക്കുന്നു. പക്ഷെ കാര്യമില്ല, ഒന്നും നടത്തിക്കില്ല ഈ ശില്പം. അങ്ങനെ നമ്മുടെ സിംഹത്തിനെ കാണണം എന്നുള്ള ആഗ്രഹം അങ്ങോട്ട് സഫലമായി. പക്ഷെ ആള് ഡിപ്രഷനിലാണ്. വാലന്റൈൻസ് വീക്കായിട്ട് അടക്കം ഭാര്യയിൽ നിന്നും വേർപിരിച്ചിട്ടാണ് അതിനെ അവിടെ കിടത്തിയേക്കണത്. ഇതാണ് അവർ രണ്ടുപേരും, കൂട്ടിനകത്തുള്ള രണ്ടുപേരാണ് കേട്ടത്. ഇവർ നമുക്ക് ഇങ്ങനെയെങ്കിലും ഒപ്പം കാണാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എലിഫന്റ് ഫാമോ അങ്ങനെ എന്തോ അതിനകത്തോട്ടാണ് എൻ്റർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ആനേനെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ എനിക്ക് ആനയെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ പോണത് പുറത്തോട്ടുള്ള വഴിയിലോട്ടാണെന്ന് തോന്നുന്നത്.
ശുഭപ്രതീക്ഷ 100% വിജയം എന്ന് കരുതി നമുക്ക് പോവാം. ആനയെ കാണുമെന്ന് കരുതിയിട്ട് വാ. അടുത്തോ ഇനി നമ്മൾ അടുത്തത് പോണത് നമ്മുടെ ഇന്ത്യൻ ഫോക്സ് ഉണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഈ കൂട്ടിനകത്ത് ഇന്ത്യൻ ഫോക്സ് ആണെന്നാണ് അവിടെ എഴുതി വെച്ചേക്കണത്. പക്ഷേ നമുക്കൊന്നും കാണാനില്ല. മേ ബി അതെ ഉണ്ട് കേട്ടോ, ദൂരത്തുണ്ട് ഒരു കുഞ്ഞീന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം പോരാ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. തൽക്കാലം നമുക്ക് ഒന്നേ കാണാനുള്ളൂ. ഈ കൂടിനകത്ത് അത്യാവശ്യം 2-3 4 ഉണ്ട്. ജാക്കല ഇതിനകത്ത് അത്യാവശ്യം 2-3 എണ്ണത്തിന് കാണാനുണ്ട്. നമ്മുടെ കുറുക്കൻ ഇന്ത്യൻ ഫോക്സ്. ഇന്ത്യൻ ഫോക്സ് ആണ് അവിടെ കണ്ടേക്കണത്. പക്ഷെ കുറുനരിയല്ല ഇത്, ഫോക്സ്. ഇത് ഫോക്സ് തന്നെ ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ? ഫോക്സ് തന്നെ ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡില്ലേ, ജർമ്മൻ ഷെപ്പേർഡിന്റെ ചെറിയൊരു വേർഷൻ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതുപോലെ ഈ വൈക്കോൽ തൂറിട്ട് കൊടുത്തിരിക്കുന്നത് കാണിച്ചു കൊടുക്ക്. ഇതുപോലെ വൈക്കോൽ കൊടുത്തിരിക്കുന്നത് അവിടെ ആ ഓപ്പോസിറ്റ് ഇതുപോലെ അതേ അവിടെ വൈക്കോൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 എണ്ണം കിടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഗോൾഡൻ ജാക്കൽ അടുത്ത് കൂടെ വന്നിട്ട്, അത് ഗോൾഡൻ ജാക്കൽ എന്നാട്ടോ ഇത് വെച്ചേക്കണത്. കരടികളുടെ കൂടാണ് കേട്ടോ, കരടിയുടെ കൂട്ടിലോട്ടാണ് പോണത്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കാം, കാരണം ഇതുപോലെ വലിയ കൂടുകളൊന്നും പലപ്പോഴും ഒന്നും കാണാറില്ല. ഇവിടത്തെയും ഫെൻസ് അത്യാവശ്യം ചെറുതാണ്, അപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതാണ് പ്രശ്നം. ഫെൻസ് ചെറുതാണ്, ഈ കരടികളെ കാണാറില്ല. ഓ മൈ ഗോഡ്, ഒന്നിനും കാണില്ല. അതേ അറ്റത്തുണ്ട്, അറ്റത്ത് 2 എണ്ണം ഉണ്ട്. ഒരു വഴിയില്ല, കാരണം നമുക്ക് നോർമലി തന്നെ കാണാൻ പറ്റുന്നില്ല, അത്ര അറ്റത്ത്. ഒരു കരടി അതേ അതിൻ്റെ അറ്റത്ത് കാണാൻ പറ്റും തോന്നുന്നില്ല. പറ്റുവാണെന്ന് സൂം ചെയ്യട്ടാ. അവിടെ ഒരു ചുമരുമ്പിൽ തലയും ചാരി കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇവിടെ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ കൂടെ ഒന്നും നമുക്ക് നടന്ന് കാണാൻ പറ്റും തോന്നുന്നില്ല. എല്ലാവരും സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തിനെയും, സിംഹത്തിൻ്റെ കൂട്ടിലായാലും ടൈഗറിൻ്റെ കൂട്ടിലായാലും ഒക്കെ ഇതേപോലെ അവർക്ക് നടക്കാനും ഒക്കെ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ്. വേറൊരു കാര്യം എന്താ അറിയോ, എന്നോട് നടക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ പോലെ ഇരിക്കാൻ സമ്മതിക്കാതെ ഒരു ഐസ്ക്രീം പോലും വാങ്ങി തരാതെ ഈ ചെറുക്കൻ എന്നെ വെറുതെ നടത്തിക്കുകയാണ് കേട്ടോ. ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് ഒരു ഐസ്ക്രീമെങ്കിലും വാങ്ങി തന്നില്ല. ഇവിടെ അത്യാവശ്യത്തിന് കാണട്ടെ. ഇവിടെ 4-5 എണ്ണം ഉണ്ട് കണ്ടല്ലേ. ആള് ചുമരിലൊക്കെ ചാരി ഇരിക്കുന്നുണ്ട്. തെറ്റി നിൽക്കാവുന്നു. ഇല്ല, നാട്ടിൽ ആക്ച്വലി സൂല് ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവാറില്ല. ഫുൾ ഒരു കേജ് പോലെ ആയിരിക്കും. ഇനി നമ്മള് കോമൺ ആയിട്ട് നമ്മുടെ സൂലൊക്കെ കാണാറുണ്ട് ക്രൊക്കഡൈൽ, അങ്ങോട്ടേക്കാണ് പോണത്. ആക്ച്വലി എനിക്ക് ഈ സൂല് തോന്നിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സൂലൊന്നും ഇപ്പോൾ ഈ കണ്ട കരടിയുടെ ആയാലൊക്കെ ഈ ഫെൻസസ് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് കുറേ അവരെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന പോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കംപ്ലീറ്റ് കേജിനകത്തായിരിക്കും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് കാണാൻ പറ്റത്തില്ല. ബട്ട് ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ദേ നടന്ന് നടത്താൻ അത്യാവശ്യം ക്ഷീണിച്ചു. ഇനി നമ്മുടെ മുള്ളംപന്നികളുടെ കൂട്ടിലോട്ടാണ് പോണത്. ഇവിടെ നിറച്ച് മുള്ളംപന്നികളുണ്ട്. ദേ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് മുള്ളംപന്നി അടുത്തുനിന്ന് കാണട്ടെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ കാണും, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ മ്ലാവ്, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനകത്ത് അത്യാവശ്യം ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ആക്ച്വലി ഒരു പയ്യൻ്റെ ഒക്കെ ഒരു മോഡല്, പയ്യൻ്റെ മോഡൽ എന്ന് പറയാൻ പറ്റില്ല. ബ്ലൂ ബുൾ, നിൽഗിരി, നിൽഗായ്, സോറി നിൽഗായ്. അടുത്തുണ്ട്. ഇത്രയും നേരം നടന്നപ്പോഴും ആനയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ ആനയെ കാണാൻ പറ്റും തോന്നുന്നില്ല എന്ന്. പക്ഷേ ഇനി പോണത് നമ്മുടെ ആനയുടെ ഇതിലോട്ടാണ്. അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആനയുടെ 250 മീറ്റർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആനയെ കാണാം. വീണ്ടും മ്ലാവിൻ്റെ അടുത്തിട്ട് എത്തിയിട്ടുണ്ട്. ഇനി മ്ലാവല്ലടാ, സാമ്പാർ. ഓക്കെ, സാമ്പാർ ഡിയർ ആണ് കേട്ടോ അത്. സാമ്പാർ ഡിയർ ആണിത്. ഇടത്തോട്ടാണ് എത്തുന്നത്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ അല്ല. ഇവിടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു മെരിക്കി ആനയാണ് തോന്നുന്നു. ഇത് കണ്ടില്ലേ, മെരിക്കി ആനയാണ് തോന്നുന്നില്ല, മെരിക്കി ആനയാണ്. ആൾ അതിൻ്റെ മുകളൊക്കെ കയറി നിന്നിട്ടൊക്കെയാണ് കാണുന്നത്. നോക്ക്, പക്ഷെ ഇതൊരു ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നും കാണാലോ. ഞാൻ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞാൽ ആനയുടെ കാര്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോൾ. ഇത്ര നേരം ആനയെ കാണാമെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. പക്ഷേ ആനയുടെ കാര്യത്തിൽ ഇത് ഇങ്ങനെയാണ്. അതുകൊണ്ട് അതിലൊരു ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് വന്നു. മറ്റൊരു നമ്മൾ കാട്ടുമൃഗങ്ങളെ കാണുമ്പോൾ ആ ഒരു ലെവലിലാണല്ലോ നമ്മൾ ചിന്തിക്കുക. ബട്ട് ഇത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇത് അത്യാവശ്യം നല്ല ട്രെൻഡാണ്. അവരിങ്ങനെ കൈ പൊക്കാൻ പറയുമ്പോൾ കൈ പൊക്കുക അങ്ങനെയൊക്കെ.
ഇത് കണ്ടോ, ഒരു ഭാഗത്ത് ഫുള്ള് ഡ്രൈ ആയി നിൽക്കുന്ന സ്ഥലവും അതിന് മറുവശത്ത് കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ നാടൻ പാടങ്ങൾ അതുപോലെ നാച്ചുറൽ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിവിടെ കാണാൻ വളരെ റിസ്ക്കാണ് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഏകദേശം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും രണ്ട് തമ്മിൽ ഡിഫറൻസ്. ഇവിടെ ഒരു തരം ഫുൾ ഗ്രീൻ ആയിട്ടും ഇവിടെ ഫുള്ള് ഡ്രൈ ആയിട്ടും. മേ ബി എനിക്ക് തോന്നുന്നത് അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയായിരിക്കാം. ഈ മാലിനൊക്കെ കഴിക്കാനുള്ള പുല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നതായിരിക്കാം. ആ പുല്ല കണ്ടോ. ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇതുപോലൊരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതുക എന്നുള്ളത്. അതാവുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലത്ത് പുറത്ത് പോകുമ്പോഴും ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ട് 20 രൂപയാണെങ്കിലും വെറുതെ 20 രൂപ എപ്പോഴും വേസ്റ്റ് ആക്കുന്നതും ഒരു നല്ലതല്ല. പ്ലസ് അത് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ വാട്ടർ കിട്ടാത്ത സിറ്റുവേഷൻസ് വരും. ഇനി ചില സിറ്റുവേഷൻസിൽ ഇവിടെയൊക്കെ വെള്ളത്തിന് വില കൂടുതലാണ്, 20 രൂപയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ വെറുതെ അതെ ഇപ്പോൾ 20 രൂപയുടെ ഈ ബോട്ടിൽ അവർ പറഞ്ഞ റേറ്റ് 80 രൂപീസ്. അതെ, അപ്പോൾ നമ്മൾ വെറുതെ അത്രയും എമൗണ്ട് കളയേണ്ട, അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്, അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിനൊപ്പം തന്നെ കുറച്ച് മാൻകൂട്ടങ്ങളെ കണ്ടോ. അതെ, നമ്മുടെ പുള്ളിമാൻകൂട്ടങ്ങൾ എല്ലാവരും ഗ്യാങ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ പച്ചപ്പ്, അവിടുന്ന് പുല്ല് വെട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതാണ് എല്ലാവരും അത്യാവശ്യം നല്ല ടയർഡായി, നടക്കാനൊന്നും അത്ര ഇല്ലല്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു അത്യാവശ്യം നടക്കാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ അത്രയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നടന്നു വന്നപ്പോൾ നല്ല ടയർഡായി. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് മാൻകൂട്ടങ്ങളുണ്ടല്ലോ, എന്നാൽ പിന്നെ കുറച്ച് നേരം അത് കണ്ടോണ്ടിരിക്കുകയാണ് അഭിപ്രായം. താങ്കൾ ക്ഷണിച്ചോ? ക്ഷണിച്ചിട്ടില്ല. ആൾ ക്ഷണിക്കില്ല, കാരണം ആൾ പട്ടാളത്തിലാണല്ലോ, ഞാൻ അങ്ങനെ അല്ലല്ലോ. ഇനി നമ്മൾ സ്നേക്ക് പാർക്കിലോട്ടാണ് പോണത്. നമ്മുടെ പാലക്കാടുകാർക്ക് മലമ്പുഴയിൽ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ട്, അവിടെ ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്. ഇനി ഇവിടുത്തെ സ്നേക്ക് പാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എൻട്രൻസ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, കാരണം ആരും സ്നേക്ക് പാർക്കിലോട്ട് എൻട്രി ഇല്ല. അവിടെ എന്തോ ഒരു വർക്ക് എന്തോ നടക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ തൽക്കാലം സ്നേക്ക് പാർക്കിലോട്ട് എൻട്രി ഇല്ല. നമുക്ക് തൽക്കാലം നമ്മുടെ പാലക്കാട് മലമ്പുഴയിലെ സ്നേക്ക് പാർക്ക് മതി. നമ്മുടെ പറമ്പിക്കുളത്തൊക്കെ കാണില്ലേ കാട്ടി, അതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ കാട്ടിൻ്റെ പ്രത്യേകത ആക്ച്വലി ഇത് നമ്മൾ കാട്ടുപോത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും, പക്ഷേ ഇത് ആക്ച്വലി കാട്ടിയാണ്. കാട്ടിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ കാലിന്റെ താഴത്ത് വൈറ്റ് കളറായിരിക്കും, സോക്സ് ഇട്ട പോലെ. ഇത് ആക്ച്വലി ഞാൻ 9th എങ്ങാണ്ട് പഠിക്കുമ്പോൾ പറമ്പിക്കുളത്ത് ഒരു ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടുത്തെ ഒരു ഗൈഡാണ് ഇത് പറഞ്ഞത്. പൊട്ടാമസ് അതാണ് അടുത്തത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ, നല്ല വലുപ്പമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ സൂ അത്യാവശ്യം വലുപ്പമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നടന്നു പോകാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി ഉണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഒരു വണ്ടി കണ്ടില്ലേ, അത് ആക്ച്വലി നടന്നു പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ആ വണ്ടിയിൽ അവരാക്കി തരും. സൈക്കിളും ഉണ്ട്, സിംഗിൾ ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ സൈക്കിളും എടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ സ്പോട്ടിൽ നിന്നിട്ട് ഈ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ അവർ ഓരോ ലൊക്കേഷനിൽ നിർത്തിയിട്ട് നമുക്ക് കാണിച്ചു തരും. സൈക്കിളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിന്നിട്ട് കാണുകയും ചെയ്യാം. എല്ലാത്തിനും എത്ര ഒരു ചെറിയൊരു വാടക എന്തോ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഇതേ കണ്ടില്ലേ വണ്ടി പോണത്. ബുദ്ധിമുട്ടെന്താ അറിയോ, നമ്മൾ അവരെ കൺട്രോളിലാണ്. അതെ, ഒരുപാട് ടൈമുണ്ട്, ടൈമിനകത്ത് നമ്മളെ തിരിച്ചെത്തിക്കും. നമ്മൾ മാത്രം നമ്മുടെ പോലെ വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരിതുപോലെ കുറേ ആൾക്കാർ നിർബന്ധം പിടിക്കാൻ പോവുക ആരോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നിൽക്കാനോ ഇരിക്കാനോ പറ്റില്ല. നമ്മൾക്ക് നമ്മുടെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ സൈക്കിൾ. ഇനി നമുക്ക് നമ്മുടെ ചാർലിയുടെ വർഗത്തിനെ കാണിച്ചു തരാം. അച്ഛനാണ് ഇതായ എടാ ഈ വീഡിയോ അച്ഛൻ കാണട്ടാ, ഞാനിത് എഡിറ്റ് ചെയ്യില്ല. ഇവന്റെ സ്വഭാവം എല്ലാവരും അറിയട്ടെ. അച്ഛൻ ആൾറെഡി അതാ കറക്റ്റ് ഇതന്നെ. നമ്മുടെ സൂ വ്ളോഗ് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ ആയിട്ടുണ്ട്. നമ്മുടെ എക്സിറ്റിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സൂ ആണ്, കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നാട്ടിലത്തെ സൂ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫെൻസസ് ഒക്കെ കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് മൃഗങ്ങളൊക്കെ അടുത്തുനിന്ന് കാണുന്ന പോലെ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് ഈ സൂവിലൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആക്ച്വലി സൺഡേ ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. സൺഡേ മാത്രമല്ല ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് അറിഞ്ഞത്. എന്നിട്ടടക്കം ഇവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നും ഇല്ല. അതായത് നമ്മുടെ എൻട്രൻസ് ഫീ ഉണ്ടല്ലോ, അത് ബാർകോഡ് സിസ്റ്റമോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. ഫുൾ നമ്മൾ ക്യാഷ് ആയിട്ട് വേണം പേയ്മെന്റ് ചെയ്യാൻ. അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു, ഞങ്ങൾ ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എവിടെ പോയാലും ഇപ്പോഴത്തെ കാലത്ത് എവിടെയായാലും അതെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈൻ നിൽക്കുമ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ഇതില്ലാന്ന്. ലാസ്റ്റ് ചാർലിയുടെ പിടിപാടിൽ എന്നൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെയല്ല, ഒരാളോട് കാല് വീട് കെഞ്ചി പ്ലീസ് അത് എടുത്തരുമെന്ന് വെച്ചപ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് എടുത്തു അവരുടെ ക്യാഷ് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ അവർക്ക് GPay ചെയ്ത് കൊടുക്കുക ചെയ്ത്. അത് ആക്ച്വലി ഇവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓൺലൈൻ പേയ്മെന്റ്. അതെ, അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരിക്കലും അങ്ങനെ ഇട്ടത് അതൊരു ഡ്രോബാക്ക് ആണ് ഈ ഒരു സൂവിൻ്റെ. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ്.